ക്യാപ്ഷൻ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലും തോക്ക് താഴെ വെക്കട്ടെ പത്മരാജൻ എന്നാണ്. അത് നമുക്കറിയാം പത്മരാജന്റെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര മാസ് മസാല അല്ലെങ്കിൽ അതുപോലെ ഒരു ലാർജർ ദാൻ ലൈഫ് ഹീറോ അങ്ങനത്തെ ഒന്നും അല്ലായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ. അതിപ്പോ അദ്ദേഹം മോഹൻലാലിനെയും മമ്മൂട്ടിനെയും വെച്ച സിനിമകൾ അവർ രണ്ടുപേരും അത്യാവശ്യം സൂപ്പർ താരങ്ങളായ ശേഷം അവർ വെച്ച ചെയ്ത സിനിമകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തൂവാനത്തുമ്പികളായാലും അല്ലെങ്കിൽ നൊമ്പരത്തിപ്പൂവ്, കരിയിലക്കാറ്റ് പോലെ കുറെ സിനിമകൾ നമുക്കറിയാം, സീസൺ ഉൾപ്പെടെയുള്ള സിനിമകൾ. ഇതൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഹീറോയിസം ഒക്കെ ഉള്ള ഒരു ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ അതുപോലത്തെ സിനിമകളോ ഒന്നുമല്ല. അപ്പൊ പത്മരാജൻ ഇതിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഒരു 88 ആ ഒരു സമയത്തൊക്കെയാണ് തോന്നുന്നത്. കാരണം 86, 87 തൂവാനത്തുമ്പികളൊക്കെ ചെയ്തത്. അതിനുശേഷമാണ് പിന്നീട് മോഹൻലാൽ ഭയങ്കര തിരക്കിലോട്ട് പോയ കാരണം അദ്ദേഹം ഒരു പുതുമുഖത്തെ അദ്ദേഹത്തിന്റെ ഒരു കഥയ്ക്ക്, അതായത് ഒരുപാട് നാള് ഒരു മോഹൻലാലിനെ ഡബിൾ റോൾ വെച്ച് ആലോചിച്ചിരുന്ന ഒരു കഥ മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ട് ഒരു പുതുമുഖത്തെ തേടി പത്മരാജൻ പോയി. ആ ഒരു സിനിമയായിരുന്നു അപരൻ. അതിലൂടെ നമുക്ക് ജയറാം എന്ന് പറഞ്ഞ ഒരു നടനെ ലഭിച്ചു. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് സീസൺ എന്ന് പറയുന്ന ഒരു സിനിമയും മോഹൻലാലിനെ വെച്ച് ചെയ്തു. പക്ഷെ പിന്നെ കൂടുതലും ഈ പറഞ്ഞ പോലെ ജയറാമിനെ വെച്ച് മൂന്നാം പക്കവും അതുപോലെ തന്നെ ഇന്നലെ, പിന്നെ അപ്പുറത്ത് ഞാൻ ഗന്ധർവൻ, ഇങ്ങനെയൊക്കെയാണ് പിന്നെ അദ്ദേഹം പോയത്. പിന്നെ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയ ഒരു സിനിമയുണ്ട് വിശേഷിക്ക് ജോഷിക്ക് വേണ്ടി, അതായിരുന്നു ഈ തണുത്ത വെളുപ്പം കാലത്ത്. അത് മമ്മൂട്ടിയായിരുന്നു. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ഒരു ഹീറോയിസം സിനിമയല്ല, അതൊരു ഇൻവെസ്റ്റിഗേഷൻ മോഡലുള്ള ഒരു സിനിമയാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് മധു മുതൽ ജയറാം വരെയുള്ള നിരവധി ആർട്ടിസ്റ്റുകളൊത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുകയല്ല എന്ന തോന്നലിലൂടെ അനായാസമായി അഭിനയിക്കാൻ കഴിയുന്ന നടൻ മോഹൻലാൽ മാത്രമാണ്. ഇതിൽ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ മോഹൻലാലിന്റെ അഭിനയ മികവിനെ കുറിച്ച്, മോഹൻലാലുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് എത്രമാത്രം മോഹൻലാൽ ജീവൻ നൽകി എന്നതിനെ കുറിച്ചാണ് ഇതിൽ സംസാരിക്കുന്നത്. അതായത് വളരെ അപൂർവം ആർട്ടിസ്റ്റുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു സിദ്ധിയാണത്. ഇത്ര ഫ്ലുവൻസി ഉള്ള അഭിനേതാവ് വേറെ ആരും നമുക്കില്ല. അഭിനയിക്കുന്ന സമയത്ത് ഒരു അഭിനേതാവിന് മാത്രം സംഭാവന ചെയ്യാൻ കഴിയുന്ന ചില്ലറ മൂവ്മെന്റ്സ് ഉണ്ട്. കരിയിലക്കാറ്റ് പോലെ എന്ന സിനിമയിലെ ഒരു രംഗമാണ് പെട്ടെന്ന് ഉദാഹരണമായി എന്റെ മനസ്സിലേക്ക് വരുന്നത്. അടഞ്ഞുകിടക്കുന്ന ഒരു വീട് ലാൽ തുറന്ന് മുറിയിലെ മേശ തുറന്ന് കുറെ ഫോട്ടോകളും എഴുത്തും പരിശോധിക്കുന്ന ഒരു സീൻ അതിലുണ്ട്. ലാലിന്റെ അഭിനയത്തിന്റെ അസാധാരണമായ അനായാസതയെ പറ്റി ശ്രദ്ധിക്കുന്നവർ ഈ രംഗം ഒന്ന് കാണണം. ലാലിന്റെ പെർഫെക്ഷന്റെ വൃത്തി അവിടെ കാണാം. സാധാരണ രീതിയിൽ ആ രംഗത്ത് നടൻ വളരെ കൃത്രിമമായി പെരുമാറാം, അഭിനയിപ്പിച്ച് ബോറടിപ്പിക്കാം. പക്ഷെ ലാൽ തനിക്ക് മാത്രം കഴിയുന്ന ഒരു പ്രത്യേക രീതിയിൽ അത് ചെയ്യുന്നുണ്ട്.